കഴിഞ്ഞ ദിവസം രാത്രി ഭക്ഷണം കഴിഞ്ഞപ്പോഴാണ് ഓസി പറഞ്ഞു അവൾക്ക് മൂവ്മെൻറ്റ്സ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ പിന്നെ പതിവ് ഇതായിരുന്നുകൊണ്ട് ഞങ്ങൾ സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എങ്കിലും ഡോക്ടറെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാത്രി ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് എനിക്കൊന്ന് അവൾ പറഞ്ഞ മാതിരി കുഞ്ഞം കൊണ്ട് ഉറക്കമായിരുന്നു അകത്ത് കിടന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു കോഫിയെ കുടിച്ചപ്പോൾ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. തിരിച്ചു വരുന്ന വഴി എനിക്കൊന്ന് 1-1.5 കൊണ്ടായി. ഓസിക്ക് കലശലായ വിശപ്പ്. ആദ്യം ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു വഴിയിൽ നിന്ന്. അപ്പോഴാണ് ഈ ഫലൂഡ നേഷൻ കട കണ്ടപ്പോൾ ഓസി പറഞ്ഞു എന്നാൽ ഒരു ഫലൂഡ വാങ്ങിച്ച് കഴിക്കാം. നമ്മൾ പിന്നെന്താ, നമ്മൾ ഈ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിയന്ത്രണവും പോവും. ഇനി അവളുടെ കൂടെ കയറിയിരുന്ന് സ്വാഭാവികം, എന്തായാലും ഈ മക്കൾ പ്രസവിക്കാറാക്കിയിട്ടിരിക്കുമ്പോൾ മാതാപിതാക്കൾക്കൊരു പ്രത്യേക സുഖമാണല്ലോ അവരുടെ കൂടെ നിൽക്കാനും നടക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ. അങ്ങനെ ഞങ്ങളൊരു ഫലൂഡയൊക്കെ വാങ്ങിച്ച് തട്ടി വീട്ടിലോട്ട് പോയി. നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ വ്ളോഗ് എടുത്ത് ആൾക്കാർ കാണുകയും അതിൻ്റെ താഴെ നല്ല നല്ല കമൻസൊക്കെ വരുമ്പോഴത്തേക്ക് പണ്ട് മടി പിടിക്കുമായിരുന്നു. ഇപ്പോഴും മടി ഉണ്ടെങ്കിലും ഒരു ഊർജം കയറുന്നുണ്ട്, വീണ്ടും ഒരു ആവേശമുണ്ട്, വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷേ എന്ത് വിഷയം എടുത്ത് സംസാരിക്കണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവാണ് നമ്മൾ ഈ ഷെയർ ചെയ്യുന്നത്. ഇതൊന്നും നമ്മുടേതായ സ്വന്തം അറിവുകളല്ല. അപ്പോൾ ഇന്നിങ്ങനെ ഇതൊക്കെ പലർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും എനിക്ക് എപ്പോഴും പുതിയ തലമുറയോട് വലിയ ഇഷ്ടമാണ്. കാരണം നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളാണ് ഈ ഭൂമിയുടെ കസ്റ്റോഡിയൻസ്. അപ്പോൾ അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തു വെക്കണം. നമ്മൾ ചെയ്തു വെക്കുന്നതാണ് അവരനുഭവിക്കുന്നത്. അതായത് മറ്റാരോ ചെയ്തു വെച്ച പല കാര്യങ്ങളും പല സൗകര്യങ്ങളുമാണ് ഈ ഭൂമിയിൽ ഇന്ന് എൻ്റെ തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ നമ്മൾ നല്ലത് ചെയ്താൽ അടുത്ത തലമുറയ്ക്കും കിട്ടും. അപ്പോൾ ഈ ബേസിക്കലി പറയുന്നത് വെച്ചാൽ 7 എന്നൊരു നമ്പറുണ്ട്. 7 എന്നൊരു നമ്പറിന് വളരെയധികം വാല്യൂ ഉള്ളൊരു നമ്പറാണ്. കാരണം നമ്മളുമായി വളരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു നമ്പറാണ് 7. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാഴ്ച എടുത്താൽ 7 ദിവസമാണ്. നമ്മൾ മ്യൂസിക് പഠിക്കുന്നവർക്കറിയാം 7 സ്വരങ്ങൾ. നിറങ്ങളെപ്പറ്റി പറഞ്ഞാൽ 7 നിറങ്ങൾ. പണ്ട് സിനിമയിൽ പറയും 7 തരം കഥകളേ ഉള്ളൂ. ഈ കഥകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 ജോൺറ എന്ന് പറയുമല്ലോ. 7 തരം. ഇപ്പോൾ കുടുംബ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ത്രില്ലർ ആയിരിക്കാം, ആക്ഷൻ ആയിരിക്കാം, ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ പല തരത്തിലുണ്ടല്ലോ. അപ്പോൾ ഈ കോമഡി. ഇതുപോലെ 7ൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇപ്പോൾ ഈ പല പുരാണങ്ങളിലും ഇപ്പോൾ ബൈബിളിലും ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. കൃത്യമായിട്ട് വാക്കുകൾ എനിക്കും അറിയില്ല. 7 തലമുറയ്ക്കാണ്. അതായത് ഞാൻ ഇന്ന് എന്തെങ്കിലും നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഇത് 7 തലമുറയിലേക്ക് കടന്നു പോകും. ഇന്നൊക്കെ ഏതോ ഒരു വീഡിയോ ഞാൻ കാണുമ്പോൾ അതിനകത്ത് നമ്മുടെ DNA അല്ലെ ജീൻസിൽ പോലും ഈ പ്രവർത്തികൾ 7 തലമുറയിലേക്ക് കടന്നു പോകും. ഇപ്പോൾ 7 എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മകള് ഓസിക്കൊരു കുഞ്ഞ് ജനിക്കുന്നു വെച്ചു. ആ കുഞ്ഞെന്ന് പറയുന്നത് 7ാമത്തെ തലമുറയാണെന്ന് വിചാരിക്കുക. അവരുടെ തൊട്ട് മുമ്പ് 6ാമത്തെ തലമുറ വെച്ചാൽ ഓസിയും അശ്വിനും. അവരുടെ 50% ഗുണദോഷങ്ങളാണ് ആ കുട്ടിക്ക് കിട്ടുക. തൊട്ട് പുറയിൽ ഒരു 5ാമത്തെ തലമുറ എന്ന് വെച്ചാൽ ഞാനും സിന്ധു, അശ്വിൻ്റെ അച്ഛനും അമ്മയും. അവിടെ നിന്ന് ഒരു ശതമാനം പറയപ്പെടുന്നത് ഒരു 25% എന്ന് പറയും. അവരുടെ ഗുണഗണങ്ങൾ ഇവർക്ക് കിട്ടും. ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എടുക്കാം, സിന്ധുവിൻ്റെ അച്ഛനമ്മയും മുതുമുത്തച്ഛൻ. ഈ മുതുമുത്തച്ഛനിലെ ഫസ്റ്റ് ജനറേഷൻ അവരുടെ ഗുണഗണങ്ങൾ അങ്ങോട്ട് വരും. ഇതിൻ്റെ പുറമെ ഈ ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് സിന്ധുവിൻ്റെ അച്ഛനമ്മയുടെ മുകളിൽ, അതിൻ്റെ അച്ഛനമ്മയുടെ മുകളിൽ 2, അതിൻ്റെ മുകളിൽ, അങ്ങനെ അതായത് 6 തലമുറകൾ മുകളിൽ നിന്നുള്ളവരെയാണ് ഒരംശം വെച്ച് വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമ്മൾ ഇന്ന് നന്നായിട്ട് നല്ല പ്രവർത്തികൾ ചെയ്താൽ അടുത്ത 7 തലമുറയ്ക്കാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്. മോശമാണെങ്കിൽ മോശത്തിനും കിട്ടും. ഇപ്പം ചിലർ പറയില്ലേ അവർ കുടുംബത്തോടെ കള്ളന്മാരാ. അതെന്താണ് ഈ പുറകിൽ നിന്ന് വരുന്നൊരു സംഭവം. അത് ഓർത്താൽ വളരെ വലിയൊരു കാര്യമാണ്. ചിലപ്പോൾ തമാശയ്ക്കാണോന്ന് അറിയില്ല, ചില ഡോക്ടേഴ്സ് പറയും ഈ ഭയങ്കര ചെയിൻ സ്മോക്കേഴ്സ് എന്ന് പറയും, നിങ്ങൾ ഇന്ന് വലി നിർത്തിയാൽ 7 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ ലങ്സ് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ ഇന്നേ തുടങ്ങണം, എന്നാലേ പറ്റത്തുള്ളൂ. 7 കൊല്ലം കഴിഞ്ഞ് ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു 7ന് പലപ്പോഴും ഇപ്പോൾ ഈ 7 കൊണ്ട് നമ്മളെപ്പോഴും എൻ്റെ മനസ്സിൽ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ വായിക്കുമ്പോൾ ആരോ എഴുതിയതായിരിക്കാം. ചിലപ്പോൾ കുറേയൊക്കെ ശരി കാണും, കുറേയൊക്കെ അതിനകത്ത് എക്സാജറേറ്റഡ് ആയിട്ടുണ്ടാവും. എങ്കിലും ഒരു ലീഗസി കണ്ടിന്യൂ ചെയ്യാൻ നമുക്കൊരു ഊർജ്ജം, ഒരു സ്പിരിറ്റ് അകത്ത് വരും. നമ്മൾ നന്നായിട്ട് ജീവിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെ നന്നായിട്ട് ജീവിക്കാം, അത് അടുത്തൊരു ചോദ്യമാണ്. അതെല്ലാം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞാനും സിന്ധു ഒക്കെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സഞ്ചരിക്കും. ഒരു സഞ്ചാരം ആരംഭിച്ചത് എനിക്ക് 57 വർഷം മുമ്പ്
ഞാൻ തൃപ്പൂണിത്തുറ എന്നൊരു സ്ഥലത്ത് ജനിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങനെ സഞ്ചരിച്ച് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു. ഞാൻ ജനിച്ച് ഒരു 3.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ നീ ജനിച്ചത്? 3.5 വർഷം കഴിഞ്ഞ് ആറ്റിങ്ങൽ എന്നൊരു പ്രദേശത്ത് സിന്ധു ജനിക്കുന്നു. ജീവിതത്തിൽ കണ്ടുമുട്ടാൻ യാതൊരു സാധ്യതയില്ല. എന്നിട്ടും ഈ സഞ്ചാരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഞാൻ പഠിച്ചത് ഫാക്ടിൽ ഒരു സ്കൂളിൽ. ആ സമയം സിന്ധു പഠിക്കുന്നത് ഊട്ടിയിൽ ഗുഡ്ഷപ്പാടിൽ. ഞാൻ അത് കഴിഞ്ഞ് അച്ഛൻ റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് SMV ചേർന്നു. അത് കഴിഞ്ഞ് MG കോളേജ് ചേർന്നു. അത് യൂണിവേഴ്സിറ്റി കോളേജ് ചേർന്നു. സിന്ധു ഈ സമയത്ത് ഓൾ സയൻസിൽ പഠിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ അച്ഛനും അമ്മയും പിന്നീട് മസ്കറ്റിലായിരുന്നു, അവിടെ പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടുന്നു, നമ്മളങ്ങോട്ട് ജീവിതം ആരംഭിക്കുന്നു. അപ്പം അന്ന് തന്നെ നമ്മൾക്ക് പലതും പോരായ്മകളുണ്ട്. പക്ഷെ നമ്മൾ തന്നെ പറഞ്ഞ് നമ്മളിൽ കുറേ നന്മകൾ കണ്ടെത്തി. ഇനിയും നമുക്ക് നന്നാവാനുണ്ട്. നന്നാവാൻ പലപ്പോഴും സഹായിക്കുന്നത് നമ്മുടെ കൂടെ നടക്കുന്ന പല സുഹൃത്തുക്കളിൽ നിന്നും നമ്മൾ പല ക്വാളിറ്റീസ് പഠിച്ചെടുക്കും. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ നല്ല നല്ല ക്വാളിറ്റീസ് ഉള്ളവരുണ്ട്. അപ്പോൾ അത് നമ്മൾ കടമെടുക്കും. നല്ല ബുക്കുകൾ വായിക്കും. ഇപ്പം തന്നെ ഏതൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഈ ബുദ്ധിസ്റ്റ് ചിന്താഗതികളിൽ അവർ 8 നോബിൾ പാത്സ് എന്നെന്തോ പറയുന്നത്, 8 വളരെ നന്മ ഉള്ള കാര്യങ്ങൾ. എല്ലാം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. നമ്മളെപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് മാത്രം നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ബോധത്തോടെ ഇരിക്കുമ്പോഴും നമ്മുടെ ബോധത്തിലും നന്മ ഉണ്ടാവണം. നമ്മൾ എന്ത് കാര്യവും നന്മ, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാളിലോട്ട് സന്തോഷം ഉണ്ടാക്കണം. പക്ഷെ അതിന് നമ്മൾ ബേസിക്കലി സന്തുഷ്ടരായിട്ടിരിക്കണം. നമ്മൾ ഹാപ്പി ആയാൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ ഹാപ്പിയാക്കാൻ പറ്റൂ. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവണം എന്നുള്ളൊരു ചിന്ത ഓരോരുത്തരും ആലോചിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജീവിതം കിട്ടും, നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക് നല്ലൊരു ലൈഫ് കിട്ടും. ഈ മരങ്ങളൊക്കെ അതിന് ഏറ്റവും ഉത്തമമായൊരു ഉദാഹരണമാണ്. ഒരു മരം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് മരത്തിന് നമ്മൾ ആരും ഒന്നും ചെയ്യുന്നില്ല. അത് നിറച്ച് പുതിയ ഇല വരുന്നു, കാ വരുന്നു, അത് നമ്മൾ പറിച്ച് കഴിക്കുന്നു. ഈ മരത്തിനെ കൊണ്ട് ധാരാളം പേര് ബെനിഫിറ്റഡ് ആവുന്നുണ്ട്, ഗുണഭോക്താക്കളാവുന്നുണ്ട്. ആദ്യം തന്നെ ഒരു മരം വന്നു കഴിഞ്ഞാൽ എത്രയൊക്കെയായാലും ഭൂമിയിൽ ഓക്സിജൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഈ മരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനുഷ്യരാശിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് ഓക്സിജൻ. അപ്പോൾ നമുക്കതിന് ഗുണങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ തണലെന്ന് പറയുന്നു, നമ്മൾ ചിലപ്പോൾ മരത്തിൻ്റെ താഴെ പോയി തണൽ കൊള്ളുന്നു എന്ന് പറയും. പക്ഷേ ഈ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ വെയിൽ ഡയറക്റ്റ്ലി ഭൂമിയിൽ വീണാനുള്ള ചൂട് എന്തായിരിക്കും? താപം കൂടുന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ മരങ്ങൾ ഇങ്ങനെ തണൽ കൊടുക്കുന്നുണ്ട്, ഭൂമിയിലെ ചൂട് കുറയ്ക്കാം. പിന്നെ കിളികൾ അല്ലെങ്കിൽ അണ്ണാൻ, അങ്ങനത്തെ മൃഗങ്ങൾ എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരു മരത്തിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു തപസ് പോലെ നിന്ന് എല്ലാവർക്കും ഗുണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ നമുക്കും ജീവിതത്തിൽ ആക്ച്വലി ആവാൻ കഴിയും. എല്ലാവരെയും സഹായിക്കാൻ പറ്റുമെന്ന് ചിലർ പറ്റും. നമ്മൾ നന്മയുടെ പാതയിലൂടെ പോയി ചിന്തിച്ച് കറക്റ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലുണ്ടല്ലോ, ഡെഫിനിറ്റാണ് നമുക്ക് ധാരാളം പേരെ സഹായിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും ചിന്തിച്ച് നോക്കി. എല്ലാവരും വേണ്ട, ബഹുഭൂരിപക്ഷം പേർ. നമ്മളിപ്പോൾ ഞാനിത് പറയുന്നു, ഞാൻ ഏതോ വായിച്ചിട്ട് എൻ്റെ മനസ്സിൽ കയറിയിട്ട് എനിക്ക് നല്ലതാവണം തോന്നുന്നുണ്ട്. ഇതേപോലെ ഇത് കേൾക്കുന്ന ഇപ്പോൾ ഈ വീഡിയോ ഒരു 5 ലക്ഷം പേര് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരു 1 ലക്ഷം പേര് ഞാൻ നാളെ തൊട്ട് അങ്ങനെ ആലോചിച്ചോളാം. കാരണം എൻ്റെ ചിന്ത പലപ്പോഴും നമുക്കിങ്ങനെ നെഗറ്റീവ് ചിന്ത വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ പോലും ചിലർ പറയും, ഈ സമയത്ത് നമ്മൾ നാളെ അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നാലോചിച്ച് ഇന്നത്തെ സമാധാനം നമ്മൾ കളയും. ഇന്നിപ്പോൾ ഈ നിമിഷം എന്താ, ഇപ്പോൾ സിന്ധു വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം ഇപ്പോഴത്തെ ചിന്ത മനസ്സിൽ എന്താണ്? സന്തോഷമാണ് നമുക്ക്. അപ്പം ഇപ്പം ഈ സന്തോഷം നാളെ ആ കാര്യം നടന്നില്ലെങ്കിലോ എന്ന് ആലോചിച്ച് ഈ സന്തോഷം കളയും. ഞാൻ കളയാറുണ്ടായിരുന്നു. നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിച്ച് ടെൻഷൻ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് വായിച്ചും ഞാനിപ്പോൾ വീണ്ടും ഇത് പറയാൻ കഴിച്ചാൽ പറഞ്ഞ് എൻ്റെ ദേഹത്ത് ഇത് കയറും. കാരണം ഞാനിപ്പോൾ ആലോചിച്ചത് വളരെ ഗഹനമായിട്ട് ആലോചിച്ചു തുടങ്ങി. ഞാൻ നന്നായാലേ പറ്റൂ, ഇത്രയും നന്നായാൽ പോരാ, ഇതിനേക്കാൾ നന്നാവണം. അടുത്ത 7 തലമുറയ്ക്ക് എനിക്ക് നന്മ കൊടുത്തേ പറ്റൂ. നമ്മളിങ്ങനെ ഒരു ചിന്ത എടുത്തിട്ടെന്നേ ഉള്ളൂ. ഇത് കേൾക്കുന്നവർക്ക് ബോറടിക്കുന്നില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരമാവധി നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കാം. വരാതിരിക്കില്ല, വന്ന് തന്നെ പോട്ടെ. വരുന്നതിനെ വിട്ട് അത് നമുക്കത് ആലോചിക്കണ്ട. അവൻ്റെ നാശം ഉണ്ടായിട്ട് നമുക്കെന്താ മെച്ചം? നമുക്ക് നല്ലതുണ്ടായാലേ പറ്റൂ. നമുക്ക് പലപ്പോഴും നമ്മളോട് ശത്രുത ഉള്ളവരുടെ നാശം കാണാൻ നമ്മൾ താല്പര്യപ്പെടും. പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ് ഇല്ല, മാനസിക സുഖമേ ഉള്ളൂ. നമ്മൾ നന്നായാൽ നേരെ തിരിച്ച് നമുക്ക് ഗുണം, നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്ക് ഗുണമുണ്ടാവും. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ചുമ്മാ ഇങ്ങനെയൊന്ന് പറയാൻ തോന്നി. ഇത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കാട്ടിക്കൂട്ടുന്നൊക്കെ കൂടി ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. പതിവ് പോലെ കാണുക.
എനിക്ക് നല്ല കമൻസ് വായിക്കാൻ ഇഷ്ടമാണ്, നല്ലതല്ലെങ്കിലും ഇഷ്ടമാണ്. കാരണം പലതും തിരുത്താൻ പറ്റും. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇതിനകത്ത് പറയുന്നുണ്ട്, ഷോമാർ ഭാര്യയെപ്പറ്റി വളരെ മോശമാക്കി സംസാരിക്കുന്നുണ്ട്, അത് ശരിയാണോ? ശരിയാണ്, നമ്മളത് തിരുത്തേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സിന്ധുവിനെ ഇരുത്തിക്കൊണ്ടൊന്ന് പുകഴ്ത്താം. കാരണം സത്യം പറയുമ്പോൾ ചിലർക്ക് പുകഴ്ത്തലായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനും സിന്ധു 2 ധ്രുവങ്ങളിൽ നിന്ന് വന്നതാണ്. ഞാൻ ആ കഥയാണ് പറഞ്ഞു വന്നത്. നമ്മൾ വന്ന പ്ലാനറ്റിന്റെ പേരെന്താ? ഉപഗ്രഹങ്ങളെന്നോ മറ്റൊന്നല്ല പറഞ്ഞത്, ധ്രുവങ്ങളെന്നേ പറഞ്ഞത്. 2 പോൾസിൽ നിന്ന് വന്നു എന്നാണ് ഉദ്ദേശം. ധ്രുവം എന്ന് വെച്ചാൽ പോൾസ് ആണോ? അല്ല, എന്തെങ്കിലും ഓക്കെ. അപ്പൊ ചേട്ടന്റെ പോൾ ഏതായിരുന്നു? ലെഫ്റ്റ്. നമ്മളെ നോർത്ത് പോളും സൗത്ത് പോളും ആണ് ഓൾവേസ്. ഓക്കെ, എന്നെ പുകഴ്ത്താൻ പോവല്ലേ? ഒരു സത്യാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുമ്പോഴത്തേക്ക് യു എ റിച്ച്, സാമ്പത്തികപരമായിട്ട് യു എ റിച്ച് ആൻഡ് ഐ എം നോട്ട്. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുന്നു ആക്ച്വലി അങ്ങനെ വരും. അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ വന്ന ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിൽ ജീവിച്ചവർക്ക് ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ട് വരും. അവരുടെ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ട് വരും. കാരണം സിന്ധുവിൻ്റെ അച്ഛനമ്മയൊക്കെ അന്ന് പുറത്താണ്. അപ്പോൾ അവർക്ക് കുറേ സ്വപ്നങ്ങൾ കാണും അവരുടെ മക്കളെ കൊണ്ട്. അന്നത്തെ ഒരു കാലം 30-31 കൊല്ലം മുമ്പ് ഒരു ഡോക്ടർ, എഞ്ചിനീയർ എന്നുള്ള തോട്ട് വരും. അപ്പോൾ നമ്മൾ ഈ സിനിമ എന്നും പറഞ്ഞ് തേരാപ്പാര നടക്കുന്നു, പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. 2 സിനിമ കിട്ടിയില്ലേ കഥ കഴിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാനാണെങ്കിൽ ചെന്നൈയിലൊക്കെ കഴിയുന്ന കാലത്ത് ഇവളുടെ പേരൻസ് ഇവൾക്ക് അയച്ചു കൊടുക്കുന്ന പൈസയിൽ നിന്ന് എനിക്ക് അയച്ചു തരും. ചിലപ്പോൾ 500-1000 രൂപയ്ക്ക് എനിക്ക് ഇവൾ അയച്ചിരുന്നു. അത് വളരെ വലിയൊരു തുകയാണ്. അവിടെ നമ്മൾ ജീവിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് പലപ്പോഴും പൈസ തികയില്ല, പൈസ കാണില്ല. ആ സമയത്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു പോയിട്ട് പേര് പറയുന്നില്ല. അപ്പോൾ ഈ പൈസ വരുമ്പോൾ ഞാനും പുള്ളിയും കൂടി പുറത്തു പോയി കഴിക്കാറുണ്ട്. അത് വളരെ ആഹ്ലാദം തരുന്നൊരു കാര്യമാണ്. എനിക്ക് മാത്രമല്ല, ആ പുള്ളിക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആ കൊടുത്തു എന്നുള്ള സന്തോഷവും ആ പുള്ളിക്ക് ഇനി അടുത്ത എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ, ഞാൻ ഇത് തീർക്കും. ഞാൻ എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ നമുക്ക് വേറെ വരും. അതും കഴിഞ്ഞ് ഞങ്ങൾ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ സിന്ധു സൗകര്യപൂർവ്വം ഭയങ്കര സൗകര്യമുള്ള വീട്ടിൽ ജീവിച്ചിട്ട് ഒരു ചെറിയ ഫ്ലാറ്റിലോട്ട് വരുന്നു. നമുക്കൊരു ചെറിയ കെട്ടിടത്തിൽ നിന്ന് വലുതിലോട്ട് ജീവിക്കാൻ എളുപ്പമാണ്. അതേസമയം വളരെ സൗകര്യത്തിൽ ജീവിക്കുന്നവർക്ക് പെട്ടെന്ന് താഴോട്ടിറങ്ങി വരാൻ അത്ര എളുപ്പമല്ല. ഇതെല്ലാം പൊരുത്തപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് പിള്ളേർ വരുന്നു. ഞങ്ങൾ അപ്പോൾ ആ ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങളൊരു 1 ബെഡ്റൂം ഒരു വീട് വാടകയ്ക്ക് എടുത്ത് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഓരോരോ അമ്പലമുക്കിലോട്ട് പോകുന്നത്. അവിടെയും ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഞെരുങ്ങി പലപ്പോഴും. കാരണം സന്തോഷമാണ് കുട്ടികളെ വളർത്തുന്നത്. എത്ര പ്രയാസം ഉണ്ടെങ്കിലും അതിനൊരു സുഖമുണ്ടല്ലോ. പിള്ളേർക്ക് എന്തെങ്കിലും നേടിക്കൊടുക്കുക എന്ന് പറയുന്നത്, ഇടയ്ക്ക് അവരെ പാട്ട് പഠിപ്പിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്നു, സ്കൂൾ ഫീസ് കൊടുക്കണം. ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ ഈ 30-ാമത്തെ വയസ്സെത്തി. കഴിഞ്ഞ ദിവസം ഏതൊരു വ്ളോഗിനകത്ത് സിന്ധു പറയുന്നു, ഞങ്ങൾ അട്ടിക്കൂട്ടി എന്തൊക്കെ. അമ്മ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലേ, എന്താണ് സക്സസ്ഫുൾ ഫാമിലി ലൈഫ് എന്ന്, മാരീഡ് ലൈഫ്. ശരിയാ, അതിനകത്ത് സിന്ധു പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. കുറേ പറഞ്ഞിട്ടില്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം അടികൂടിയും അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ഈ ഇത്രയും കാലം. കാരണം എന്തുകൊണ്ട് അടികൂടുന്നു വെച്ച് കഴിഞ്ഞാൽ 2 തരത്തിൽ ജീവിച്ച് വളർന്നവർ, ജീവിതം ഇങ്ങനെയാണെന്ന് വിശ്വസിക്കുന്ന ആൾ, ഞാൻ ജീവിതം ഇങ്ങനെയാണെന്ന് വിശ്വസിക്കും. അങ്ങനെ 2 പേരാണ് ഒരു ദിവസം ഒത്തുകൂടുന്നത്. സ്വാഭാവികമായിട്ടും എതിരഭിപ്രായങ്ങൾ വരും. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഒരു സുഖമാണ്. അഭിപ്രായം രേഖപ്പെടുത്തും. അവസാനം ഒരു ഏരിയയിലെത്തി നമ്മളൊരു ഒരു കോംപ്രമൈസിലോട്ട് എത്തും. അതും ആവശ്യമാണ്. അതിലാരെങ്കിലും ഒരാൾ വിചാരിച്ചാലേ പറ്റും. ചിലപ്പോൾ 2 പേര് വിചാരിക്കാൻ പറ്റിയ സന്തോഷം. ഞങ്ങൾ 2 പേരും ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ളവരല്ലായിരുന്നു. 2 കൂട്ടർ. കാരണം 2 പേര് മുറുകെ പിടിക്കും, ഞാൻ പറയുന്നതാണ് ശരിയെന്ന്. പിന്നെ ഇപ്പോഴൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ, ഇപ്പോൾ അന്നൊക്കെ വഴക്കൂടുന്ന സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആഴ്ചകളിൽ 2, ചില ആഴ്ചകളിൽ 3, ചില ആഴ്ചകളിൽ 4. കാരണം സിന്ധുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ അപ്രൗഡാണല്ലോ. അപ്പം വഴക്ക് കൂടലിനൊരു വാശി കൂടുതലായിരുന്നു. എനിവേ, ജീവിതം വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ നമ്മളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. വലിയ കുഴപ്പങ്ങളില്ല. നമ്മുടെ ഈഗോയും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെയൊക്കെ പോയി. അതുകൊണ്ട് പിള്ളേരിതെല്ലാം കണ്ടു വളർന്നതാണ്. അതും വലിയ അഡ്വാൻറ്റേജായി. കാരണം ഇങ്ങനെയാണ് ദാമ്പത്യം എന്ന് അവർ കാണണം. അത് അവരുടെ മുമ്പിൽ നമ്മൾ വളരെ മാന്യന്മാരായിട്ടൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ പ്രശ്നം വരുമ്പോൾ അവർ പൊളിഞ്ഞു പോകും. വീണ്ടും ഇതൊക്കെയാണ് പറഞ്ഞ് കാട് കയറിപ്പോയി. എനിക്ക് സുഖിച്ചു ആണല്ലേ, നീ ആ സുഖിച്ച ഫീല് കാണിച്ചില്ല, അതുകൊണ്ട് നിർത്തിക്കളഞ്ഞ. ഞാൻ ജിമ്മില് ലെഗ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര ടയേർഡാ. അല്ല, ഞാൻ ഇന്ന് വളരെ ടയർഡായിപ്പോയി. കാരണം വെച്ചാൽ ആ ട്രെയിനർ എന്നെ നല്ല പോലെ ജോലി എടുപ്പിച്ചു.
മാത്രമല്ല അമ്മു പറഞ്ഞത് പ്രകാരം മറ്റേ രജിത്തിൻ്റെ ഭക്ഷണമാണല്ലോ, അത് എക്സലന്റ് ഫുഡാണ്. 3 നേരം കൊണ്ട് തരുന്നു. ന്യൂട്രാബഡി ന്യൂട്രാബഡി. ഞാൻ രജിത്തിനെ വിളിച്ചൊരു ദിവസം ഇതിനകത്ത് ഈ വ്ളോഗിൽ കൊണ്ടുവരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ രജിത്ത് എന്നും എന്റെ വീഡിയോയിലുണ്ട്. ആണോ? പിന്നെ അപ്പം ഞാൻ ഈ വീഡിയോക്കകത്ത് പറ്റിയ നാളെ രജിത്തിന് ഇവിടെ വരാൻ പറയാം. വന്നിട്ട് ഇതാണ് രജിത്ത്, അത് ഞാൻ നാളെ ഇടാൻ പോകുന്നതിലൊക്കെ ടേസ്റ്റി ഫുഡ്. അല്ല, എന്റെ വീഡിയോയിൽ ഇന്നലെ ഞാൻ ജിമ്മിന്ന് ഞാൻ സ്പ്രിങ്ങിൽ പോയപ്പോ റാൻഡമായിട്ട് അവിടെ രജിത്ത് എത്തി. അവര് അന്നാണ് ഫ്രഷ് ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. നല്ല ആസ്വാദ്യം, വളരെ ടേസ്റ്റി ഫുഡ്. അതും ചിലതൊക്കെ ഫില്ലിങ് ആൻഡ് ടേസ്റ്റി, നമുക്ക് മാറി 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 തരുന്നതുകൊണ്ട് ഒരു സുഖമുണ്ട്. ഞാൻ വെച്ച് ഒറ്റപ്പെടുത്തം പിടിച്ചാൽ ഇപ്പോൾ 88 വന്ന് നിൽക്കുക, വെയിറ്റ് 94 നിന്ന്. എൻ്റെ ഒരു ഉന്നം, ഇമ്മീഡിയറ്റ് ഉന്നം വെച്ചാൽ 84 എത്തിക്കണം. പറ്റുകയും ചെയ്യും. അതിന് അധിക ദൂരം പോകണ്ട. ഞാൻ ഈ എൻ്റെ ലിവറിൻ്റെ ഇഷ്യൂ ഇത്രയും കടുപ്പമില്ലായിരുന്നെങ്കിൽ ആ വയറ് താന്നേനെ. 2012 ഡെങ്കി അടിച്ചത്. ഡെങ്കി അടിച്ചിട്ട് അന്ന് ഡോക്ടർ പറഞ്ഞാണ് ലിവറിന് ഒന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്, വളരെ എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കണം, ഷുഡ് ടേക്ക് കെയർ ഓഫ് ദി ലിവർ എന്ന് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ ലിവർ സംബന്ധമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫാറ്റി ലിവർ അതിലെന്തിരിക്കുന്നു, വളരെ ഡേഞ്ചറസ് സാധനം, വളരെ ഡേഞ്ചറസ്. അത് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ടൊന്നും കുഴപ്പമില്ല, സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ടും, തേർഡിൽ നിന്ന് ഈ ഫൈബ്രോസിസ് ഒക്കെ ആവുന്നത് കണ്ണടച്ച് തുറക്കുമ്പോഴാണ്. അതുകൊണ്ട് ടേക്ക് കെയർ, ഹെൽത്ത് ഈസ് വെൽത്ത്. ഭക്ഷണം വളരെ കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണം, അതിൻ്റെ അളവ് കുറച്ചാൽ മതി, അല്ലേ? ഏതായാലും 15 മിനിറ്റ് ഇന്നിച്ച് ഓഫീസിലൊന്നും ഒരു ഫുട്ടേജസും എടുത്തില്ലേ? ചെടിയുടെയും മരത്തിന്റെയും കിളിയുടെയും. ഞാൻ ഇവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഏതോ ദിവസം ഞാൻ ഈ മക്കാന വറുത്ത് ഞങ്ങളെല്ലാം കൂടി കഴിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ആദ്യത്തിൽ നമുക്കൊന്ന് കാണിച്ചാലോ? കാണിക്കാം. യെസ്, മക്കാന എങ്ങനെ വറുത്തെടുക്കാം, വലിയ സംഭവമാണ് കേട്ടോ. വരൂ. മക്കാന വറക്കുന്നതിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. നമ്മൾ ഈ നോർത്തിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഡൽഹിയിൽ താമസിക്കുമ്പോൾ, അവിടെ തണുപ്പ് കാലത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ അമ്മമാരോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ നമ്മളിത് ഉണ്ടാക്കുന്ന കാണാറുണ്ട്. അപ്പോൾ അവർ കുറച്ച് നെയ്യെടുക്കും, പിന്നെ ഏതെങ്കിലും ഒരു ഉപ്പ് അതിൻ്റെ പുറത്ത് ഇടും. ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മക്കാന ഡ്രൈ ആയിട്ടിരിക്കുന്ന മക്കാനയുടെ പുറത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ സാധാരണ ആ ഉപ്പ് അങ്ങോട്ട് പിടിക്കത്തില്ല. അപ്പോൾ ഈ നെയ്യ് ഒന്ന് ഉരുക്കിയിട്ട് അതിൽ ഉപ്പിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മക്കാന വറക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ ഉപ്പ് പിടിക്കുകയും ചെയ്യും. ഉപ്പ് അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ വെറുതെ ഇങ്ങനെ കിടക്കും. ഇതാകുമ്പോൾ ആ ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ ചായയുടെ കൂടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക സുഖം. ഞാനങ്ങനെ ഇളക്കിയിട്ടത് കറക്റ്റായിട്ടൊന്നും മിക്സ് ആയില്ല. ഇഷാനി അന്ന് ജിമ്മിലോട്ട് പോകാൻ നിൽക്കുന്ന സമയമായിരുന്നു, അതുകൊണ്ട് സമയക്കുറവുണ്ടായിരുന്നു. ഞാൻ വെച്ചു ശരി, കിട്ടിയ സമയത്ത് ആദ്യം നല്ല പാത്രം ചൂടായപ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, ഒരളവൊന്നുമില്ല, അങ്ങ് ഇഷ്ടം പോലെ. എനിക്ക് അന്നേരം നമുക്കെല്ലാവരും കൂടി കഴിക്കാൻ എത്ര മക്കാന വേണം അത്രയും ഞാൻ ഇട്ടു. എന്നിട്ട് തീ ആദ്യം ഒന്ന് കുറച്ച് വെച്ചിരുന്നു, പക്ഷേ അപ്പോഴത്തേക്ക് ഇതൊന്നും ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് തീ കൂട്ടി വയ്ക്കാം. ഉപ്പ് ചേർത്ത് നെയ്യ് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ചിലർ നെയ്യൊക്കെ എന്താണ് കൊളസ്ട്രോൾ മറ്റേന്നൊക്കെ പറയും. എനിക്കങ്ങനെ വീട്ടിൽ ആർക്കും അങ്ങനെ കൊളസ്ട്രോളോ ഈ ഡയബറ്റീസൊന്നും തൽക്കാലം ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് ഒരു പിടിയങ്ങ് പിടിച്ചു. എന്താവുമെന്ന് കഴിക്കുമ്പോൾ അറിയാം. ഫുള്ളങ്ങ് ഞാൻ ഒഴിച്ചു. അപ്പോൾ പിന്നെ അടിയിൽ പിടിക്കുകയില്ല, കാരണം അത്രയ്ക്ക് മക്കാൻ ഇട്ടിട്ടുണ്ടല്ലോ. എന്തായാലും ഇഷാനിക്ക് കൊടുത്തു കഴിയുമ്പോൾ അവൾ കറക്റ്റായി പറയും. അവൾ പിന്നെ ഉള്ള കാര്യം ഉള്ളതായിട്ട് പറയും. വലിയ കള്ളം പറയാത്ത ഒരാളാണ് വീട്ടിൽ ഇഷാനി. ഇതിപ്പോൾ ആവശ്യത്തിന് മുരിഞ്ഞു വരുന്നുണ്ട് ഭയങ്കര. എന്നാലും ചിലപ്പോഴൊക്കെ അടി പിടിച്ചൊന്ന് കരിയാറുണ്ട്, പക്ഷേ എനിക്ക് ആ കരിഞ്ഞ പീസും വളരെ ഇഷ്ടമാണ്. പിന്നെ കഴിക്കണം, കാരണം സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും ഞാനിത് ഉണ്ടാക്കുമ്പോൾ. ഭയങ്കര ടേസ്റ്റ്. ഓക്കെ, ഇപ്പം നീ എപ്പോഴാണ് ജിമ്മിൽ പോകുന്നത്? In some time. കഴിച്ചിട്ടേ പോകാം. 10 എണ്ണം കഴിച്ചിട്ട് പോകും. വെരി ഗുഡ് ഫോർ ഹെൽത്ത്. ഓക്കെ, ഇപ്പോൾ ടേബിളിൽ കൊണ്ട് നീ പോയിട്ട് വാ. മതിയോ? ഞാനത് നോക്കാൻ ഇഷ്ടമാണോ? ഞാൻ പൊതുവേ ഒരു സ്നാക്കി ആളല്ല, എനിക്ക് മധുരമാണ് ഇഷ്ടം. ഇഷ്ടമാണ്. അമ്മൂന് ഇഷ്ടമാണോ ഈ മക്കാന? നിങ്ങൾക്ക് എത്ര നാളായിട്ട് അറിയാം? നീ എടുത്തറിഞ്ഞ എനിക്കൊരു 4-5 years.
നമ്മുടെ ഒരു ആക്ച്വലി ഇത്രയും പോപ്പുലർ ആയത് കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഈ മക്കാന പോപ്പുലർ. ബേസിക്കലി എൻ്റെ അറിവ് ശരിയാണ്, ബീഹാറിൽ നിന്ന് ഞാൻ ഈ ഡൽഹി താമസിക്കുമ്പോഴൊക്കെ ബീഹാറിലെ ഫ്രണ്ട്സ് കൊണ്ടുതരും. അവിടുത്തെ സാധാരണ ആൾക്കാർ കഴിക്കുന്ന പൊരി പോലത്തെ ഒരു സാധനമായിരുന്നു മക്കാന. പക്ഷേ അത് ഉണ്ടാക്കുന്ന ഇത് താമരയുടെ വേരിൻ്റെ അടി സാധനം എടുക്കുന്ന. പക്ഷേ ഇറ്റ് ഹസ് ബിക്കം സോ പോപ്പുലർ. ഇപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയി തുടങ്ങി. പക്ഷെ ഒട്ടും ഫാറ്റനിങ് അല്ലാത്ത ഒരു സ്നാക്ക് എന്നാണ് പറയുന്നത്. ഞാൻ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച്. കാരണം ഇത് അറിയില്ലടാ, അതിൻ്റെ വേരിൻ്റെ അകത്തു നിന്നൊക്കെ എടുത്ത് ആ കുരു വന്ന് ഇത് തീയിലിട്ട് പൊള്ളിച്ച് പൊട്ടിച്ച് വലിയൊരു പ്രോസസ്സാണ്. പക്ഷെ ഇപ്പോൾ ജസ്റ്റ് ബിക്കം എക്സ്ട്രീംലി പോപ്പുലർ നമ്മുടെ സൗത്തിൽ പോലും. വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ ഉപ്പ് മാത്രം ഇട്ടു, പിന്നെ കുറച്ച് നെയ്യിട്ട് ചെന്നാലേ സുഖമുള്ളൂ. നോർത്തിൽ വിൻ്റർ സീസണിൽ വൈകുന്നേരം എവിടെയെങ്കിലും പോയ ചായയുടെ കൂടെ വീട്ടിൽ അവർ ചൂടോടെ തരും. നല്ല ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റാണ്. ചെറിയ അഡീഷണൽ സാധനം കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കഴിച്ചോണ്ടിരിക്കും. ഇങ്ങനെയാണോ? പിന്നെ ഓക്കെ, ഹാവ് എ ഗുഡ് ടൈം ഇൻ ജിം. താങ്ക് യു അമ്മു. മക്കാനയുടെ വീഡിയോ. ഈ മക്കാന ശരിക്കും എന്താ? അയ്യോ, അത് പറയാൻ തുടങ്ങി എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും താമരയുടെ വേരുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്നൊരു പോലൊരു സംഭവമാണിത്. അതിൻ്റെ വിത്ത് എന്നൊക്കെ പറയും ചിലർ. താമരയുടെ വിത്ത് എന്നൊരു ചിലർ പറയും. ഇത് ചെളിക്കകത്തുനിന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് ഇത് ഈ കനൽ പോലെ ഇതിലിട്ട് പൊട്ടിച്ചെടുക്കുന്ന സംഭവം. ഇത് ആക്ച്വലി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു എന്നൊരു സംശയമുണ്ട്. കാലങ്ങൾക്ക് മുമ്പ് ഇത് ബീഹാറിലാണ് ബേസിക്കലി, ബീഹാറിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. പിന്നീടിപ്പോൾ നോർത്തിൽ മുഴുവൻ കഴിഞ്ഞൊരു അവിടെ വളരെ പോപ്പുലർ. പക്ഷേ യൂത്തിൻ്റെ ഇടയിലോട്ട് ഇത് പോപ്പുലർ ആയത് കഴിഞ്ഞൊരു 5 വർഷമായിട്ട്. അത് പിന്നെ ഈ ഫ്ലേവേർഡും മറ്റേതൊക്കെ വന്നു. മറ്റേത് സാധാരണ മക്കാന അവിടെ വൈകുന്നേരം ചായയുടെ കൂടെ ഒന്ന് ചൂടാക്കുക, കുറച്ച് നെയ്യ് ഒഴിക്കുക, നെയ്യിൽ ഉപ്പും കൂടി മിക്സ് ചെയ്യും, എന്നിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇത് വലിയ ഫാറ്റനിങ് അല്ല, ഈ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണെന്നൊക്കെ പൊതുവെ പറയും. അത് നല്ല സാധനമാണ്. അത് വെറുതെ ഞാനിവിടെ ഇരുന്നപ്പോൾ അന്ന് ഇഷാനി ജിമ്മിൽ പോകുന്നുണ്ട്, അവൾക്ക് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത് തരാം. എനിക്ക് വലിയ ഇഷ്ടമാണ് ചായയുടെ കൂടെ. ഈ ജിമ്മെന്ന് പറയുമ്പോൾ വേറൊരു പോയിന്റ്. ജിമ്മ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അവിടെ ചെന്ന് ചിലപ്പോൾ 2 മണിക്കൂർ ഇരുന്നാൽ 1 മണിക്കൂറൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. 1 മണിക്കൂർ പോലും കാണത്തില്ല. പക്ഷേ ട്രെയിനറെ കൊണ്ടേ നമ്മൾ 45 മിനിറ്റ് മതി. ഞാൻ 2 മണിക്കൂർ ആണ്. ഓൾമോസ്റ്റ് ഞാനും എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അവിടെ വരുന്നതിൽ 90% പേരിട്ട് നമ്മൾ കൂട്ടാറ്. വളരെ രസമാണ് ജിമ്മിനകത്ത്. പക്ഷേ 1-2 കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് സൂക്ഷിക്കണം. ഇന്ന് ഞാൻ ജിമ്മിൽ സോണിയെടുത്ത് പറയുമായിരുന്നു, അവരും അതിലൊന്ന് പൊറുതിമുട്ടി നിൽക്കുകയാണ്. ജിം വളരെ ക്ലീൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പോകുന്ന ഗോൾഡ്സിൻ്റെ ജിമ്മിലാണ്, വളരെ ക്ലീൻ. നീ പോകുന്ന ജിമ്മിൻ്റെ പേരെന്ത്? ഫീനിക്സ്. അവിടെ ഭയങ്കര ക്ലീനാ. അതാ, അവിടെ നമ്മൾ ഓരോരുത്തരും ഓരോ എക്യുപ്മെന്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തുടയ്ക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മാറ്റ് ഞാൻ എൻ്റെ വീഡിയോയിൽ കഴിഞ്ഞ ഇനി ഇടാൻ പോണ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നത്? ഇപ്പം നമ്മൾ തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു കാലിൽ എന്തെങ്കിലും ചെരുപ്പോ ഷൂസ് ഇട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിയിലിട്ടിട്ട് നമ്മൾ ബാഗുമായിട്ട് അകത്ത് പോയിട്ട് ചേഞ്ചിങ് റൂമിൽ ചെന്ന് എല്ലാം നീറ്റായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഒരു എക്യുപ്മെൻറ്റ് കയറുന്നത്. 90% പേരും അല്ലെ അതിന് മുകളിൽ ആൾക്കാർ എക്സ്ട്രാ ക്ലീനായിട്ടാണ് വരുന്നത്. പക്ഷെ ചിലർ മാത്രം ഈ കൂട്ടത്തിൽ ഇട്ടുകൊണ്ട് വരുന്ന ഷൂസ് ഇട്ട് നേരെ ജിമ്മിനകത്ത് കയറുന്നു, ഈ എക്യുപ്മെൻറ്റ്സിലോട്ട് കയറുന്നു. ഒന്ന് ആലോചിക്കണം, നമ്മൾ ഈ നടന്നു വരുന്ന റോട്ടിൽ പലരും തുപ്പിയതുണ്ട്, പലതരം അസുഖങ്ങൾ ഉണ്ടാക്കാവുന്ന സംഭവങ്ങൾ ഈ ഷൂസിൻ്റെ അടിയിൽ പറ്റും. ഈ ഷൂസ് ഇട്ട് അകത്തോട്ട് കയറും. ഇത്രയും പേര് ക്ലീനായിട്ട് പോകുന്നു, ഇവർ ഈ ഷൂസ് ഇട്ട് വളരെ മോശമായ രീതിയിൽ അകത്ത് കയറും. ട്രെഡ്മില്ലിൽ തന്നെ ഒന്ന് ആലോചിക്കുക, ഈ ഇതിനകത്ത് മണ്ണും ചെളിയെ കട്ട പിടിച്ചിരിക്കുന്ന ഷൂസ് ഇട്ട് വരും. ഈ മണ്ണ് കയറി ട്രെഡ്മില്ല് നാശമാവും. 1. 2, ക്ലീനായിട്ട് വരുന്ന നമ്മളും ഇതിൽ തന്നെയാണ് ചവിട്ടുന്നത്. അപ്പം എല്ലാ എക്യുപ്മെന്റിലും കാല് വെച്ച് ചെയ്യുന്നിടത്ത് ചവിട്ട് നിർത്തിയല്ല. അപ്പം എന്ത് പറ്റുന്നു? വൃത്തിയായിട്ട് വരുന്നവരെയും കൂടി വൃത്തികേടാക്കുക. ഫ്ലോറിൽ നമ്മൾ കിടക്കുക മാറ്റൊക്കെ ഇട്ടാലും നമ്മൾ എല്ലാം എത്രയോ കാര്യം ഫ്ലോറിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതാ, അപ്പം നമ്മൾ എന്ത് വെച്ചാൽ നമ്മുടെ വീടിനേക്കാൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട സ്ഥലം, കാരണം പൊതുസ്ഥലം കൂടിയാണ്. മാത്രമല്ല, അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ടെന്നോടെ, പിന്നെ ഞങ്ങൾ പൈസ എടുത്തുണ്ടോ, ക്ലീൻ ചെയ്യാൻ ആളെ നിർത്തിയിട്ടുണ്ടല്ലോ. അതെപ്പോഴും നമ്മളൊന്ന് തിരുത്തണം. ചവറ് പറക്കാൻ ആളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചവറിടരുത്. ചവറ് നമ്മൾ വൈ ഷുഡ് ബി ലിറ്റർ, എന്നാലല്ലേ അവർക്ക് പറക്കേണ്ടി വരുന്നുള്ളൂ. ഓക്കെ, അവരല്ലാത്ത അപ്പോൾ അവർക്ക് എക്സ്ട്രാ ടൈം കിട്ടിയ കൂടുതൽ നമ്മുടെ സ്ഥലങ്ങൾ പൊതുസ്ഥലങ്ങൾ വൃത്തിയായിട്ട് വെക്കാം. നമ്മൾ എന്തിനാ ചവറിടുന്നത്, അല്ല കേടാക്കുന്ന വൃത്തികേടാക്കുന്ന എന്തിനാണ്? അത് ചെയ്യാതിരിക്കണം. ഞാൻ ഈ വീഡിയോ കാണുന്ന ഇങ്ങനെ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കാണുന്നൊരു നല്ലൊരു ശതമാനം വൃത്തിയുള്ള. പക്ഷെ അവിടെ പോലും നമ്മളൊന്ന് ആലോചിക്കും, ഒരിക്കൽ കൂടി നമുക്കൊന്നൊരു വൃത്തിയാവും. ഇപ്പോൾ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ, പണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമുക്കറിയില്ലായിരുന്നു, നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ ഓക്കെ നീറ്റാക്കിയിട്ട് വരുന്നത്, പക്ഷേ
അവിടുന്ന് ടിഷ്യൂ പേപ്പർ എടുത്ത് കൃഷ്ണന്മാർ അവിടേക്ക് വെള്ളം വീട്ടിനെ ഒന്ന് തുടച്ച് ഡ്രൈ ആക്കിയിട്ട് വരും. അപ്പോൾ അടുത്ത ആൾക്കും വൃത്തി ഉണ്ടാക്കാം എന്നാരോ പറഞ്ഞു തന്നു, നമ്മളത് പഠിച്ചു. അതുകൊണ്ട് എന്താ, നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ആ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ തുടച്ച് ഡ്രൈ ആക്കിയിട്ട് വരിക. അപ്പോൾ അടുത്തൊരാൾ കയറുമ്പോഴത്തേക്ക് ദർ ഇസ് എ ഹാപ്പിനെസ്. കാരണം അവരവിടെ നമുക്ക് ചെറിയ ജെന്റിലായിട്ടുള്ള സ്പ്രേയും മറ്റേതൊക്കെ വെച്ചിട്ടുണ്ട്, ക്രീം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വൃത്തി, അപ്പോൾ അവിടെ ഒരു നല്ല സ്മെല്ലായിരിക്കും അടുത്തൊരാൾ കയറുമ്പോഴത്തേക്ക്. ഇതെല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. നമ്മൾ വിചാരിച്ചാൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ സർക്കാരിൻ്റെ കൂടി സഹായം വേണ്ടി വരുന്ന പൊതുസ്ഥലങ്ങളിൽ. നമ്മൾ മോളിലൊക്കെ പോകുന്നുണ്ട്, എത്ര ക്ലീൻ ആയിട്ടിരിക്കുന്ന അവിടുത്തെ വാഷ്റൂംസും മറ്റുമൊക്കെ. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മളൊരു ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നു, ആ പ്രദേശത്ത് പോകാൻ പറ്റും. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വേണം. അതിൽ തന്നെ ഈ PPPs കൊണ്ടുവരാമെന്നുള്ളൂ, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാം. പല ടോയ്ലറ്റ്സും ഞാൻ പറഞ്ഞ കംപ്ലീറ്റ്ലി സ്പോൺസർ ചെയ്യിപ്പിക്കണം വലിയ കമ്പനികളെ കൊണ്ട്. കമ്പനികൾ തയ്യാറാണ്, അവിടെ ലഘു റൂൾസ് കൊണ്ടുവരണം, വലിയ അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ഈ പറഞ്ഞു വരാൻ കാര്യം വൃത്തിയായിട്ടിരിക്കേണ്ടത് വലിയൊരു ആവശ്യമാണ്. പല അസുഖങ്ങൾക്ക് പോലും കാരണം വൃത്തിയില്ലായ്മയാണ്. പലരും ഹോട്ടലിൽ പോയി കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തെ അവിടെ കുറച്ച് ജീരകവും പഞ്ചസാരയും കൂടി ഇട്ട് വയ്ക്കും. അതിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ട് പോകും. വീട്ടിൽ ചെല്ലുമ്പോൾ ഫുഡ് പോയ്സൺ. എന്താ കാര്യം എന്നറിയോ, ഈ സാധനം 2-3 വർഷമായിട്ട് അവിടെ ഇരിക്കുക. അതിനകത്തോട്ട് വീണ്ടും വീണ്ടും കുറച്ച് ജീരകം എടുത്തിടും, അല്ലെങ്കിൽ പഞ്ചസാര എടുത്തിടും. ഈ വരുന്നവരും പോകുന്നവരൊക്കെ ഇതിനകത്ത് കൈയിടുന്നത്. എത്ര വൃത്തികേടായ ഒരു സാധനമാണെന്ന് വെച്ചാൽ ഭക്ഷണം നല്ലതാണ്, പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കംപ്ലീറ്റ് കുളമാകും. ഇതാ കാര്യം. അതിപ്പോ ചില സ്റ്റാൻഡേർഡ് ഹോട്ടൽസിൽ പാക്കറ്റ് തരും. ബെസ്റ്റ് പാക്കറ്റാണ് ബെസ്റ്റ്. ഞാൻ പറയും 2-3 കൂടി തന്നേക്കാൻ പറയും. അവർ മൗത്ത് ഫ്രഷ്നർ തരുമല്ലോ, ഞാൻ വണ്ടിയിൽ ഇട്ട് വെച്ചേക്കും, ഒരു സുഖം. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ആരെയും കൊച്ചാക്കാനും മോശമാക്കാനും അല്ല പറയുന്നത് കേട്ടോ. നമ്മുടെ നാട് നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. ഇനി എന്നിൽ 100,000 പോരായ്മകൾ കാണും. ചില കമൻസൊക്കെ ഇതിനകത്ത് ഇടുമ്പോൾ അതും എന്നെ കറക്റ്റ് ചെയ്യുന്ന കമൻസ് ഉണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ്. കുറച്ച് ഭാഷ മോശമായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായം ഇടുക. ഞാനിതിന് പരമാവധി കമൻസുകൾക്ക് ഞാനിത് മറുപടി അയക്കും. കാരണം എൻഗേജ് ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് ആൾക്കാരുമായിട്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല, അടുത്ത വ്ളോഗിൽ കാണാം. ഈ വ്ളോഗ് കാണുക, കണ്ടിട്ട് ഇഷ്ടവും ഇഷ്ടപ്പെടലും ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഫീൽ ചെയ്താലും അതിൻ്റെ അഭിപ്രായം എഴുതണം. കാരണം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അങ്ങനെ പറ്റത്തുള്ളൂ. വളരെ സന്തോഷം ക്ഷമയോടെ ഈ വ്ളോഗ് കണ്ടതിന്. ക്യാമറ വുമൻ സിന്ധുവിനൊപ്പം കൃഷ്ണകുമാർ സൈനിങ് ഓഫ്. എല്ലാം നീ തന്നെ പറഞ്ഞു, ഇനി എനിക്കൊന്നും ജോലിയില്ല. എന്തെങ്കിലും പറയാനാ? എല്ലാം പറഞ്ഞ പോലെ എല്ലാവർക്കും നന്മകൾ നേരും, സന്തോഷം, എല്ലാവർക്കും സന്തോഷം ധാരാളം ഉണ്ടാവട്ടെ. ഹാപ്പിനെസ് ബ്രിങ്സ് സക്സസ് ഇൻ ലൈഫ്. ഹാപ്പിനെസ് ബ്രിങ്സ് സക്സസ് ഇൻ ലൈഫ്. ഓക്കെ, സന്തോഷത്തോടെ ഇരിക്കുക. ബൈ. ഓക്കെ, ബൈ. 1 2 3 4 5 കായയുടെ പുറത്ത് 5 ഇതളുണ്ട് ആ പൂവിലെങ്കിൽ അകത്തും കൃത്യം 5 സ്ലൈസസ് കാണും കഴിക്കാനായിട്ട്. 1 2 3 4 5. ഇത് 6 എണ്ണം ആണെങ്കിൽ വെളിയിലെ പൂവിൽ 6 എണ്ണം ഉണ്ടെങ്കിൽ അകത്തും 6 എണ്ണം കാണും. അടി അല്ലേ, കൊതിയിടുന്നീ. എങ്ങനെയുണ്ട്? സൂപ്പർ. വീണ്ടും വീട്ടിലെ മരങ്ങളോട് 1000 നന്ദി. എന്തുമാത്രം സന്തോഷം തരുന്നുണ്ടല്ലേ മരങ്ങൾ. ഇതിനൊക്കെ എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടാവും, ധാരാളം ആരോഗ്യപരമായ ഗുണങ്ങളും ഉണ്ടാവും. എങ്ങനെയാണെന്നറിയില്ല. ഒരു മൊത്തം 13 സെൻറ്റിനകത്ത് അവിടെ എത്ര 5.5 സെൻറ്റോ 12.5 സെന്റ് അതിനകത്ത് 10-30 ചെടികൾ മരങ്ങൾ നട്ടിട്ടുണ്ട്. ഈ 10-30 മരങ്ങളിലും വ്യത്യസ്തമായ ഫ്രൂട്ട്സ് വരുന്നുണ്ട്. എങ്ങനെയാണെന്തോ പുളി തരുന്നുണ്ട്, മരത്തിനകത്ത് മധുരം തരുന്നുണ്ട്. പ്രകൃതിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അൺബിലീവബിൾ. താങ്ക് യു. ഇത് നമുക്ക് അഡീഷണൽ ഫുട്ടേജ് ആയിട്ടിടാം. ഓക്കെ. 1 2 3 4 5 and 6 6 ഇതൾ ഇങ്ങനെ ഈ പൂവിലുണ്ടെങ്കിൽ നമുക്ക് അകത്തും 6 കഷ്ണങ്ങൾ കാണും കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ 6 ഇതളുകൾ കാണും. ഇതാ 1 2 3 4 5 and 6. നേരത്തെ കാണിച്ചതിനകത്ത് പുറത്തെ പൂവിൽ 5 ഇതളുകളായിരുന്നു, അതുകൊണ്ട് 5 കഷ്ണങ്ങളുണ്ടായിരുന്നു നമുക്ക് കഴിക്കാനായിട്ട്. ഇത് മാംഗോസ്റ്റിൻ പഴത്തിൻ്റെ ഒരു രസകരമായ ഒരു രഹസ്യമാണ്. I love mango.